ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങളുടെ ചെടിയിൽ പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം വാടിപ്പോവും, എങ്കിലും രാവിലെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഏട്ടൻ കതക് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണ് പോയത്. ഞാനിപ്പം അകത്തുനിന്ന് അടുക്കള വശത്തൂടെ ഇറങ്ങിയാണ് വന്ന് വീഡിയോസൊക്കെ എടുത്തത്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ചേട്ടനും അനിയനും കൂടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ കാശിക്ക് ലീവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കാശിയോട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പറയുവാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുക. ശ്രീമോ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടിരുന്ന് ചിരിക്കുകയോ അലക്കുകയും വിളിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് പോലും ഹായ് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴത്തേക്ക് കാശിമോനും കൂടെ ഓടി വന്ന് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോയി. ഞാൻ ശ്രീമോൻ്റെ അടുത്തോട്ട് വന്നിട്ട് പോലും ശ്രീമോൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ടി വിക്കകത്തോട്ട് കയറി അങ്ങ് ഇരിക്കുക. അതിനെ അടിക്കാൻ പോകുന്ന രീതിയിലൊക്കെയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. പറയുന്നൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ അവനവൻ്റേതായ ഒരു രീതിയിൽ അവനായിരുന്നു ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വന്നിട്ട് മീൻകറി അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചത് കെറ്റിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. ഓരോരുത്തർക്കൊക്കെ 1 മാസം കഴിഞ്ഞിട്ട് വരാത്തവരുണ്ടെന്ന് കേട്ടോ. ഞാനിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ബുക്ക് ചെയ്തിട്ട്, എന്തായാലും വന്നില്ല. തീരാനുള്ള ഒരു ഭാവമൊക്കെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കഴിവതും ഇൻഡക്ഷൻ കുക്കറിലും കെറ്റിലും ഒക്കെ വെച്ചാണ് ചൂടാക്കുകയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മീൻകറി മാത്രം അടുപ്പിലോട്ട് വെച്ചു. നമുക്ക് ചട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ ഇൻഡക്ഷൻ കുക്കറിൽ. അതുകൊണ്ട് അത് മാത്രം ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചായ ഇടുവാണ്. ഏട്ടൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഏട്ടന് ചായ ഇടുന്നില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രീമാൻ അവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെക്കേഷനും കൂടെ തുടങ്ങിയത് കൊണ്ട് ഇനി പറയണ്ട, ഇനി 2 മാസം എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്നെ പ്രാന്ത് പിടിപ്പിക്കും രണ്ടുപേരും കൂടെ കേട്ടോ. അങ്ങനെ വന്ന് എൻ്റെ ഇളയെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അവനെ വെച്ചുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഹോർലിക്സ് ഒക്കെ എടുക്കുവാണേ. ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഒന്നും കുടിച്ചില്ല, അതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കാൻ നേരത്തെ ഹോർലിക്സ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിച്ചാണ് ഒഴിക്കുന്നത്. എപ്പോഴും ഞാൻ അരിച്ചൊഴിക്കും, പാടമെല്ലാം കെട്ടിയാലോ എന്നും കരുതി. ചൂട് പാലാണെങ്കിൽ പോലും എനിക്കൊരു തൃപ്തിയില്ല, അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചൂട് ആറ്റാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചൂടോടെ വേണം. അത് പക്ഷേ ആറിയതിന് ശേഷം വീണ്ടും ചൂടാക്കിയാണ് ഞാൻ കുടിക്കുന്നത്. ഇതിപ്പം കാശിക്കുള്ളതാണ് ആറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് തിളപ്പിക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിലെ തീ ഞാനാണെങ്കിൽ ഒരുപാട് കളയാതെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതൊരു നിമിഷവും തീരെ എപ്പോഴാണ് ഇനി എനിക്ക് കിട്ടുന്നതെന്നും അറിയത്തില്ല. അതുകൊണ്ട് അപ്പോഴത്തേക്ക് ഓറഞ്ച് കണ്ടപ്പോഴത്തേക്ക് അമ്മയെന്ന് ഒരുപാട് വട്ടം വിളിച്ചതിന് ശേഷമാണ് ഒരു ഓറഞ്ച് എടുത്ത് ഞാൻ കൈ കൊടുത്തത്. വെറും വയറ്റിൽ രാവിലെ ഓറഞ്ച് കൊടുക്കാൻ പറ്റത്തില്ല, അത് പൊളിച്ചു കൊടുക്കാനാവുന്നത് കാശിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശി കൊടുത്തിട്ടില്ലായിരുന്നേ. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ എന്നോട് പറഞ്ഞു പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനാണെങ്കിൽ അങ്ങോട്ട് കൊണ്ട് അവനെ വിട്ടത്. അപ്പോഴത്തേക്ക് ഏട്ടൻ കതക് തുറന്നിട്ടുണ്ടായിരുന്നു. താക്കോലും കൊണ്ടാണ് പോകുന്നത്, വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് പോകും. അപ്പം ആ സമയത്ത് ചിലപ്പം അവന്മാരാരെങ്കിലും എഴുന്നേറ്റ് കാണത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കാണത്തില്ല. അതുകൊണ്ട് ഏട്ടൻ ഞങ്ങളെ വിളിക്കത്തില്ല, ഏട്ടൻ അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് രാവിലെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എലി ഭയങ്കര ശല്യമാണ്. അപ്പോൾ ആ എലി കാരണം നമ്മുടെ ഒരു വാഴ ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അത് മണ്ണൊക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ പുറകെ ശ്രീമോനും പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചെരുപ്പ് പോലും ഇല്ലാതെ ആ കല്ലിൻ്റെ ഇടയ്ക്കെല്ലാം നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ഏട്ടന് കൊടുക്കാനുള്ള മുട്ടയാണ് ഞാൻ പുഴുങ്ങാനായിട്ട് ഇടുന്നത്. അപ്പോൾ പിള്ളേർക്ക് കാടമുട്ടയും കൂടി ഇടുന്നുണ്ട്. അപ്പം ശകലം ചിക്കൻ കറി ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതിന് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മതി. ഏട്ടനാണെങ്കിൽ മീൻ കറിയുണ്ട്, പിന്നെ മുട്ടയും പുഴുങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് കരുതി, ചപ്പാത്തിക്ക് കറിയായിട്ട്. അപ്പം തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് കേട്ടോ. ആ പൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുന്ന പോലെ തന്നെ ഇരിക്കും. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരു ശകലം ഇട്ടാൽ മതിയല്ലോ, പെട്ടെന്ന് രാവിലെ തേങ്ങ തീരുമാനം എടുക്കാനൊന്നും പോകണ്ട. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ ഇടയ്ക്കൊക്കെ കാണിക്കും. ഇതിപ്പോൾ പായസത്തിന് എന്തോ ഒഴിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നേ. അങ്ങനെ എൻ്റെ ചിക്കൻ കറി എത്രയും ഉള്ളായിരുന്നു, അത് അവിടെ ഇരിപ്പുണ്ട്. അത് എനിക്ക് മാത്രം മതിയല്ലോ. അപ്പോഴേക്ക് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഒന്ന് ഊറ്റാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. കുറച്ച് ചോറേ വെക്കാറുള്ളൂ, ഏട്ടൻ അധികം ചോറ് കൊടുക്കത്തില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു പിടി ചോറ് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചോറേ കൊടുക്കാറില്ല കേട്ടോ. 1-2 വട്ടമാണ് ഈ ഒരു മാസത്തിനിടയ്ക്ക് ഏട്ടൻ ചോറ് കഴിച്ചത്. അതുകൊണ്ട് നല്ല മാറ്റവും ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചപ്പാത്തി ചൂടാക്കാനായിട്ട് തുടങ്ങി. ഏട്ടൻ വന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മളങ്ങ് ചപ്പാത്തി ചൂടാക്കുവാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ, കാശിക്കും പോകണ്ട, അതുകൊണ്ട് വലിയ തീർച്ചയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും കൂടെ ഉള്ളത് ഞാനങ്ങ് ചൂടാക്കി എടുക്കുവാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ കോഫി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ കോഫിയല്ല, ഹോർലിക്സ് ആയിരുന്നു, അതങ്ങ് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ അത് ചൂടോടെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ചപ്പാത്തിയും ചൂടാക്കി എടുക്കാം. നിന്നും ഒക്കെ ആയിട്ട് കുറേ ചപ്പാത്തി ചൂടാക്കി എടുത്തു. കണക്കൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് ഏട്ടന് 3 ചപ്പാത്തിയും കാശിക്ക് 2 ചപ്പാത്തി നോക്കിയൊക്കെയാണ് ചൂടാക്കിയത്. എന്നിട്ട് 2 ചപ്പാത്തി അധികവും വന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് അത്ര പോളിംഗ് ഒന്നുമില്ല ആർക്കും, എല്ലാവരും ഒന്നും കഴിക്കത്തതൊന്നുമില്ല, 1-2 ഒക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചപ്പാത്തി എല്ലാം ചൂടാക്കിയിട്ട് ഞാൻ ഓരോരുത്തർക്കും വേണ്ടുന്ന കറികളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ മുട്ട പൊളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ശ്രീമോൻ ഒരു കാടമുട്ട എടുത്തുകൊണ്ട് പോയതാണ്. അതെടുത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മളെ വിളിച്ച് കാണിച്ചു, അമ്മേ ഊന്ന്
എന്ന് പറഞ്ഞു. അതിനാണ് ഞാനും ഏട്ടനും കൂടെ പോയി നോക്കിയത് എന്തുവാണെന്നറിയാം. അന്നേരം മുട്ട മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിക്കാനായിട്ടിരുന്നു. കാശിയെ വിളിച്ചിരുത്തി. കാശിക്ക് പിന്നെ ലീവ് ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ശുഷ്കാന്തിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ പോകേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ കുഴയും. ഇതിപ്പോൾ പോകണ്ടാത്തത് കൊണ്ട് വല്ലതും തേച്ചു എല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അതിൽ നിന്ന് ഒരു ചപ്പാത്തിയുടെ പകുതി മുറിച്ചെടുത്ത് വെച്ചേക്കുവാണ് വലിയ കാലത്ത് കഴിക്കാൻ. ഞാൻ ഓർത്ത് ഒരു ചപ്പാത്തി എടുത്ത് കാണുമെന്നും കരുതി ഞാനാണെങ്കിൽ ചപ്പാത്തി കൊടുത്തു. അപ്പോൾ മുറിച്ച് വെച്ചേക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചപ്പാത്തി എടുത്തോട്ട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് കഴിച്ചോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് ഇന്ന് TV കാണിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുമായാലും പിന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അവനപ്പോൾ അത് കഴിക്കുകയും ചെയ്തു. എന്നിട്ടാണ് TV ഓണാക്കാൻ പോയത്. അത് കഴിച്ചെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചു. ഞാൻ വേഗം തന്നെ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി മാറ്റിയേ. കഴുകിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അത് മൊത്തം കഴുകി മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിന്ന് ഞാൻ എന്തായാലും പാത്രങ്ങൾ കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ശ്രീമോനെ കുളിപ്പിക്കണം. കുളിപ്പിച്ച് ഉറക്കിയിട്ട് വേണം ഇനി ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏട്ടനും പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയം കൊണ്ട്. അപ്പോൾ അത് എല്ലാം തേച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിൽ വലിയ പണികളൊന്നും നമുക്കില്ല. ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കണം, അകമൊക്കെ ഒന്ന് തൂക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇരുന്ന് പാലൂടെ ഞാൻ ചൂടാക്കി എടുക്കുകയെന്ന് കുടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ചൂടാക്കി കുടിച്ചതിന് ശേഷമാണ് ഞാൻ ശ്രീമോനെ പോയി എടുക്കുന്നത് കുളിപ്പിക്കുന്നതുമൊക്കെ. ലേഹയമ്മയും അച്ചുമൊക്കെ ഉള്ളപ്പോൾ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ അനക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും പോയപ്പോഴത്തേക്ക് ഒരു അനക്കവും ഇല്ല. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ശ്രീമോനെ കുളിപ്പിച്ച് ഒരുക്കി ഇറക്കിയതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര പെട്ടെന്നായിപ്പോയി. ഞാൻ അങ്ങോട്ട് കയറുന്നത് പിന്നെ ഇറങ്ങുന്നതേ കണ്ടുള്ളൂ അല്ലേ. കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി മുടിയും ചീകി പൗഡറും ഇട്ട് സ്പ്രേയും അടിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് അവന് പാലൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവനും അങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളാണെങ്കിൽ തൂത്ത് വരാനായിട്ട് പോവാണ്. രാവിലെ എഴുന്നേറ്റപ്പോഴേ കാശിമോനെല്ലാം പറക്കി ഒതുക്കി വെച്ചതായിരുന്നു. വീണ്ടും ശ്രീമോനെല്ലാം നിരത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ വീണ്ടും കാശിയും കൊണ്ടെല്ലാം പറക്കി വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പിന്നെ വെക്കുകയും ചെയ്യട്ടോ. പക്ഷേ എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ അവന് ദേഷ്യം വരും. അപ്പോഴാണെങ്കിൽ പറയുകയും ചെയ്യും, ഞാനല്ലല്ലോ ശ്രീമോനല്ലേ നിരത്തിയത്, അതുകൊണ്ട് അവനോട് പറക്കി വെക്കാനെന്നൊക്കെ പറയും കേട്ടോ. ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഇതിപ്പോൾ എന്നെ സഹായിക്കാനെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ശ്രീമോൻ ഉറക്കമല്ലേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വണ്ടി അവിടെ നിന്ന് ഉരച്ച് വിടുകയൊക്കെ ചെയ്തു. അപ്പോഴേ ഉടനെ ഞാനൊരു നോട്ടം നോക്കിയപ്പോഴത്തേക്ക് എടുത്തങ്ങ് വെക്കുകയും ചെയ്തു കേട്ടോ. ഇത്രയും സൗണ്ട് മതി ശ്രീമോൻ ഉണരാൻ വേണ്ടി. TVയുടെയൊക്കെ സൗണ്ട് ശരിക്കും കുറച്ചിട്ടേക്കുവാണ്. എന്നിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീമോനാണെങ്കിൽ വോയിസ് ഇടാൻ ഒട്ടും സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ എത്ര സമയം കൊണ്ട് ഇതൊന്നും ഇടാൻ നോക്കുമെന്ന് അറിയുമ്പോൾ എൻ്റെ ഇടയിൽ കൂടെ വന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുകയോ സംസാരിക്കുകയോ ചെയ്യുവേ. അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കി വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ഞാൻ സിറ്റൗട്ട് തൂക്കാനായിട്ട് പോയതാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് അവിടെ എല്ലാം അങ്ങ് പൊള്ളി കിടക്കുവാണ്. മാറ്റെടുത്ത് ഇടാത്തതെന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം ചള്ളയെല്ലാം കൂടെ ചവിട്ടിങ്ങി അകത്ത് കയറ്റും. അതുകൊണ്ടാണ് അത് ഇടാത്തത്. അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ മണ്ണ് മൊത്തം അടിച്ചിങ്ങി അകത്തോട്ട് കയറ്റുവാണ്. അപ്പോൾ കാശി എൻ്റെ ഇടയിൽ കൂടെ എല്ലാം പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഗ്ലാസ് ഇരുന്നൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അടുക്കളയും കൂടെ തൂത്തുവാരി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ശ്രീമോൻ ഉറങ്ങുന്നത് കൊണ്ട് ഇനി ഇരുന്ന് വോയിസ് ഇടാമെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് അവനാണെങ്കിൽ ഞാൻ തൂത്തുവാരി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉണർന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൂത്ത് കൂട്ടിയിട്ട് ഞാനങ്ങ് പോയത് വാരി കളഞ്ഞില്ല. വൈകിട്ട് നമ്മൾ മുറ്റം തൂത്തിട്ട് തീ കത്തിക്കുന്ന സമയത്ത് വാരിയിട്ട് കത്തിക്കത്തേ ചെയ്യത്തുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക് എല്ലാം വേറെ ഇടും, നമ്മുടെ പേപ്പറാണെങ്കിൽ കത്തിച്ചും കളയും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് തുടച്ച് മാറ്റുവാണെങ്കിൽ കൈയോടെ. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ആ സ്ഥലത്തോട്ട് നമ്മൾ വരുന്നത്. അല്ലാതെ അവിടോട്ട് വന്നിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കും. രാവിലെ എങ്ങനെ വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം വരെ അങ്ങനെ കിടക്കും. ഏട്ടൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ TV കണ്ടുകൊണ്ടിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവളോട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ഏട്ടൻ ഉച്ചയ്ക്ക് വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കാശി ശ്രീമോനെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് കാശിക്കാണെങ്കിൽ അവനില്ലാത്തത് കൊണ്ടൊരു കൊഞ്ഞ വന്നതാണ് കേട്ടോ. അവനെ ഒന്ന് എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ അവനെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇരുന്ന് TV ഒക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.